ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബിരിയാണിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി എന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും ബിരിയാണിയുടെ റെസിപ്പി ഇപ്പോൾ എന്താ സ്പെഷ്യൽ എല്ലാവരും ചെയ്യണതല്ലേന്ന്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന ബിരിയാണി കുറച്ച് വെറൈറ്റി ആയിട്ട്, അതായത് വെജിറ്റബിൾ ബിരിയാണിയാണ്, പക്ഷേ ഒരു ഗ്രീൻ വെജിറ്റബിൾ ബിരിയാണിയാണ് ചെയ്തത്, സ്പൈസിയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുക. നല്ല നല്ല വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ബിരിയാണി ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു റൈസ് കുക്കറാണ് എടുത്തേക്കുന്നത്. റൈസ് കുക്കർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നല്ല മൂടിയുള്ളൊരു പാത്രം വേണമെന്ന് മാത്രം നിർബന്ധമുള്ളൂ. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് അതിനകത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ വേണമെന്നുള്ളവർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതിലോട്ട് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന ഇല, പിന്നെ കുറച്ച് മസാലകൾ, കറുകപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നല്ലതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. ഈ അരച്ചെടുത്ത വെള്ളമാണ് നമ്മൾ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അരിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്, അപ്പോൾ 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തേക്കണത്. അപ്പോൾ ഈ വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്ത് നമ്മുടെ അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അരിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്ക് ആവശ്യത്തിന് ഈ നമ്മൾ അരച്ചെടുത്ത വെള്ളവും കൂടെ ചേർത്ത് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾ ഒരു ഹാഫ് കുക്കാണ്. ഇനി ബാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ കിടന്ന് ബാക്കി അത് ഫുള്ളായിട്ട് കുക്കായിക്കോളും. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അരി എന്ന കണക്കിലാണ് വെള്ളം ഒഴിക്കണത്. നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കുറച്ചാണ് ചേർത്തേക്കണത്. അതായത് ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് ടേസ്റ്റ് നോക്കാം. ഉപ്പ് പാകത്തിനാണെങ്കിൽ ഓക്കെ, കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിനൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ മൂടി മാറ്റി വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഫ്രഷ് സ്മെല്ല് നമുക്ക് കിട്ടും. അതായത് ഈ നമ്മുടെ പുതിനയുടെയും മല്ലിയുടെയും ആ മസാലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. അതിനുശേഷം 10 മിനിറ്റ് ഒന്നുകൂടെ മൂടി വയ്ക്കുക. അപ്പോൾ കളറ്